ആരോഗ്യ വകുപ്പിന് ഒരു കപ്പിത്താനില്ലാത്ത അവസ്ഥയാണ് സാർ. കുത്തഴിഞ്ഞ അവസ്ഥയാണ്. ചികിത്സാ പിഴവുകൾ തുടർക്കഥയാവുകയാണ്. രോഗിയായി ആശുപത്രിയിൽ പോയാൽ ഡെഡ് ബോഡിയായി തിരിച്ചു വരേണ്ട സ്ഥിതിയാണ് സാർ. ചാലക്കുടിയിലെ ഒരു റീജിയണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മാണം കഴിഞ്ഞിട്ടിപ്പോൾ 5 വർഷം കഴിഞ്ഞു. കാട് പിടിച്ചു കിടക്കുന്ന സ്ഥിതിയാണ്. ജീവനക്കാരില്ലാത്തതുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം നടക്കാത്ത അവസ്ഥയാണ് സാർ. ചികിത്സാ ചെലവിൻ്റെ ഭൂരിഭാഗവും കേരളത്തിലെ ജനങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവാക്കേണ്ടി വരുന്നുവെന്ന് പറഞ്ഞത് മുൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ ഉപകരണങ്ങളും മരുന്നും വാങ്ങുന്നതിനുള്ള സംവിധാനങ്ങളുടെ പരിമിതി പരിഹരിക്കപ്പെടേണ്ടതാണെന്നും നടപടിക്രമങ്ങൾ ലളിതമാക്കേണ്ടതുമാണെന്ന വസ്തുത സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ചികിത്സാ ഉപകരണങ്ങളും മരുന്നും എത്തിക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുന്നതിന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിട്ടുണ്ടോ? സാർ, ബഹുമാനപ്പെട്ട അംഗം ആദ്യം പറഞ്ഞത് UDF കാലത്തെക്കുറിച്ചാണെന്ന് തോന്നുന്നു സാർ. കാരണം ഈ തൃശ്ശൂരിൽ ഉൾപ്പെടെ, ഇപ്പോൾ തൃശ്ശൂരിൽ അദ്ദേഹത്തിൻ്റെ ജില്ലയിൽ ഒരു ജില്ലാ ആശുപത്രിയുണ്ട് സാർ. 9 വർഷം മുൻപ് അവിടെ ഒരു കാത്ത് ലാബ് ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ 2023 അവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് സാർ. 4000 കാർഡിയോളജിക്കൽ ഇൻ്റർവെൻഷനാണ് സാർ അവിടെ നടന്നിട്ടുള്ളത്. ഇപ്പോൾ വളരെ അപൂർവമായി മാത്രം നടത്തുന്ന മെഡിക്കൽ കോളേജ് ടെറിഷറി സെൻറ്റേഴ്സിൽ മാത്രം നടക്കുന്ന കാർഡിയോളജിക്കൽ പ്രൊസീജിയർ തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലെ കാർഡിയാക് ടീം നടത്തി സാർ. ബഹുമാനപ്പെട്ട അംഗം അവിടെ പോയി അവരെ ഒന്ന് അഭിനന്ദിക്കണം. കാരണം തൃശ്ശൂർ ജില്ലയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് നടത്തിയിട്ടുള്ളത് സാർ. സാർ, ഞാൻ പറയുന്നത് സാമ്പിൾ സർവേ റിപ്പോർട്ട് സാർ, ആ കാലത്തെക്കുറിച്ച് പറയുന്നതിനെ കുറിച്ച് എനിക്ക് മറുപടി പറയാനില്ല സാർ. ഞാൻ പറഞ്ഞത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിൾ സർവേ റിപ്പോർട്ട്. നമ്മുടെ ഫോൺ ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം സാർ. ഇത് നമ്മുടെ മുന്നിലുള്ള ഡേറ്റയാണ്. ആ ഡേറ്റ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഔട്ട് ഓഫ് പോക്കറ്റ് അതായത് 2 കാര്യങ്ങളാണല്ലോ സാർ. സൗജന്യ ചികിത്സ പരമാവധി നൽകുന്നു സംസ്ഥാന സർക്കാർ. ഈ മാറ്റം ഉണ്ടായത് ഈ കാലഘട്ടത്തിലാണ്. SHA സ്ഥാപിച്ചത് 2019 2020-21 മുതൽ ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങി. അന്ന് UDFന്റെ കാലത്ത് 30,000 രൂപയായിരുന്നു. ഇത് പറഞ്ഞതുകൊണ്ട് പറയിക്കുന്നതാണ് സാർ. കാരണം ഇതിൽ ഇങ്ങനെ വ്യത്യാസത്തോടെ മാറി നിന്നല്ല, ജനങ്ങളെ ഒന്നിച്ചു ചേർത്താണ് നമ്മൾ ഇതിൽ മുന്നോട്ട് പോകേണ്ടത്. 30,000 രൂപയായിരുന്നു അന്ന് ഇൻഷുറൻസ് ഒരു കുടുംബത്തിന് സാർ. ഇന്ന് എത്രയാണ് ഒരു വർഷം? 5 ലക്ഷം രൂപയാണ് സാർ. 5 ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിന് നൽകുന്നത് സാർ. ഈ നാഷണൽ സ്റ്റാറ്റിസ് സാമ്പിൾ സർവേ റിപ്പോർട്ടിൽ പറയുന്നു, ഗ്രാമീണ മേഖലയിൽ 2015-16 സാർ 17,000 രൂപയായിരുന്നു ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ. നഗരമേഖലയിൽ 23,000 രൂപ. ഇന്ന് 2024 കഴിഞ്ഞ വർഷം നഗരമേഖലയിൽ 13,000 രൂപയായി. 10,000 രൂപ കുറഞ്ഞു സാർ. കാർഡിയോളജിക്കൽ പ്രൊസീജിയേഴ്സ് ഉൾപ്പെടെ, ഞാൻ കാത്ത് ലാബിന്റെ കാര്യം പറഞ്ഞത്, സ്വകാര്യ മേഖലയിൽ 6 ലക്ഷം രൂപയായിരുന്നത് തൃശ്ശൂർ കാത്ത് ലാബിൽ സൗജന്യമായി ചെയ്യുന്നു. കാസ്പിലുള്ളവർക്ക്, പുറത്തുള്ളവർക്കോ കാർഡില്ലെങ്കിൽ 1.5 ലക്ഷം രൂപയ്ക്ക്, അതായത് 2 സ്റ്റെന്റ് ആണെങ്കിൽ 1,20,000 രൂപ. ആ നിലയിൽ ചെയ്യുന്നു സാർ. ഇതാണ് മാറ്റം. തീർച്ചയായിട്ടും അതിന് മുൻഗണന നൽകി തന്നെയാണ് സംസ്ഥാന സർക്കാർ പോകുന്നത്. ശ്രീ CR മഹേഷ് ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ M വിൻസെന്റ്. സർ, UDF സർക്കാരിൻ്റെ കാലത്ത് 6 മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച സ്ഥാനത്താണ് ഒരു കാത്ത് ലാബ് ആരംഭിച്ച കാര്യത്തെക്കുറിച്ച് അഭിമാനത്തോടു കൂടി മന്ത്രി പറയുന്നത്. സർ, എൻ്റെ ചോദ്യം ഇതാണ് സർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വാർഡ് നമ്പർ 16, 17, 18, 19 4 വാർഡുകൾ, 600ഓളം രോഗികളെ കിടത്തി ചികിത്സിക്കാവുന്ന ഈ 4 വാർഡുകൾ പൊളിച്ചു കളഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞിരിക്കുന്നു സാർ. ഇന്നിപ്പോൾ അവിടെ മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ ഒരു ബെഡിൽ 2 രോഗികൾ കിടക്കുകയാണ് സാർ. ഈ ദയനീയ അവസ്ഥ പൊളിച്ചു മാറ്റിയ വാർഡുകൾ യഥാസമയം നിർമ്മിക്കാത്തതുകൊണ്ടാണ്. ഇത് പാർക്കിംഗ് ആയിട്ട് ഉപയോഗിച്ച് ഇന്നിപ്പോൾ അവിടെ പോകുമ്പോൾ ഒരു ബോർഡ് വെച്ചിരിക്കുന്നുണ്ട്, അണ്ടർ കൺസ്ട്രക്ഷൻ. ഒരു കൺസ്ട്രക്ഷനും ആരംഭിച്ചിട്ടില്ല. 4 വർഷമായി പൊളിച്ചു കളഞ്ഞ വാർഡുകൾ നിർമ്മിക്കാൻ എന്തുകൊണ്ടാണ് വൈകിയത് എന്ന് മന്ത്രിക്ക് പറയാമോ? സാർ, ഒരു കാത്ത് ലാബ് അല്ല സാർ. 9 വർഷം മുൻപ് ഒരു ജില്ലാ ആശുപത്രിയിലും കാത്ത് ലാബ് ഉണ്ടായിരുന്നില്ല. ഇപ്പോ സംസ്ഥാനത്തെ ഇടുക്കി ഒഴിച്ചുള്ള ആലപ്പുഴയിൽ തൊട്ടടുത്ത് തന്നെ കാത്ത് ലാബ് സ്ഥാപിക്കും. ഇടുക്കി പാക്കേജിലും മെഡിക്കൽ കോളേജിൽ അനുവദിച്ചിട്ടുണ്ട്, പ്ലാൻ ഫണ്ടിലും അനുവദിച്ചിട്ടുണ്ട് സാർ. അപ്പോൾ ഇപ്പോൾ 13 ജില്ലകളിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോയി അവസാനം ഉദ്ഘാടനം ചെയ്തത് വയനാടാണ് സാർ. അതായത് വയനാടും കാസർഗോഡും ഉൾപ്പെടെ കാത്ത് ലാബുകൾ ഇന്ന് സാധ്യമായി. ഇത്തരത്തിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾ സാധ്യമായിട്ടുണ്ട്. ഇനി മെഡിക്കൽ കോളേജുകളുടെ കാര്യം പറഞ്ഞാൽ സാർ, അവർ ജില്ലാ ആശുപത്രി ബോർഡ് മാറ്റി വെച്ചതേ ഉള്ളൂ. പക്ഷേ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ സാർ 4 മെഡിക്കൽ കോളേജുകൾ പഠനം തുടങ്ങാൻ സാധിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ 14 ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ ഉള്ള സംസ്ഥാനമായിട്ട് കേരളം മാറി സാർ. എല്ലാ ജില്ലകളിലും നഴ്സിംഗ് കോളേജുകളുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറി സാർ. ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ 21 നഴ്സിംഗ് കോളേജാണ് സാർ സർക്കാർ മേഖലയിലും സർക്കാർ അനുബന്ധ മേഖലയിലും തുടങ്ങിയിട്ടുള്ളത്. സാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ കാര്യം ചോദിച്ചത് നന്നായി സാർ. സാർ, കിഫ്ബിയിലൂടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എത്ര കോടി രൂപയാണ് ഉപകരണങ്ങൾക്ക് നൽകിയത് എന്നുള്ളത് സാർ.
സാർ 700 കഴിഞ്ഞ തൊട്ട് മുൻപ് അങ്ങേയും വിളിച്ചിരുന്നു. നമ്മുടെ MLT ബ്ലോക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു. അതായത് കിഫ്ബിയിലൂടെ 724 കോടി രൂപ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അനുവദിച്ച് പുതിയ ബ്ലോക്കുകൾ അവിടെ നിർമ്മിക്കുകയാണ്. അവിടെയുള്ള പുതിയ മേൽപ്പാലം ഉൾപ്പെടെ അതുപോലെ MLT ബ്ലോക്ക് മറ്റ് അനുബന്ധ സൗകര്യങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കുകയാണ്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞെടുത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ് സാർ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ, അതായത് അവരുടെ സാങ്ഷൻ വേണമായിരുന്നു സാർ. ഇത് പൊളിച്ചു മാറ്റിയിട്ട് ആ ഹൈറ്റ് അനുസരിച്ച് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ സാധാരണ നിലയിലുള്ള ടെക്നിക്കലായിട്ടുള്ള പ്രൊസീജിയേഴ്സിന് പുറമെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കൂടി സാങ്ഷൻ എടുത്തുകൊണ്ട് അവർ നിശ്ചയിക്കുന്ന ഹൈറ്റിലാണ് ആ കെട്ടിടം പണിയേണ്ടത് എന്നുള്ളത് കൊണ്ട് പലതരത്തിൽ അവരുമായിട്ട് ആശയവിനിമയം നടത്തി സാർ. അത് ആ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം അവിടെ ഇപ്പോൾ ഉടനെ തന്നെ അതിന്റെ ഗ്രൗണ്ട് ലെവൽ എല്ലാം നടത്തി കഴിഞ്ഞു. ഉടനെ തന്നെ അത് ആരംഭിക്കും സാർ. ശ്രീ വി ജോയ്. സാർ, കേരളത്തിലെ ആരോഗ്യരംഗം മോശമാണെന്ന് മെഡിക്കൽ കോളേജുകൾ ആകെ കുഴപ്പമാണെന്നും വരുത്തി തീർക്കാൻ സ്വകാര്യ മേഖലയിലെ ചില ആശുപത്രികളുടെ അച്ചാരം വാങ്ങി ചില ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് സാർ. എൻ്റെ ചോദ്യം നമ്മൾ ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു 25 ലക്ഷത്തിലധികം ആളുകൾക്ക് സൗജന്യ ചികിത്സ നൽകിയ കാലഘട്ടമാണ് ഈ കാലഘട്ടം. സൗജന്യ മരുന്നുകൾക്കായിട്ട് എത്ര കോടി രൂപ കൂടി നൽകിയെന്ന് പറയാമോ? സർ, 25 ലക്ഷത്തിൽ 17,000 രോഗികൾക്കാണ് സൗജന്യ ചികിത്സ നൽകിയിട്ടുള്ളത്. അതുകൂടാതെ സാർ, ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഈ 4 വർഷം മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ 7,708 കോടി രൂപ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട് സാർ. സാർ, ഒരു വർഷം സൗജന്യ മരുന്നിനു വേണ്ടി ഏതാണ്ട് 650 മുതൽ 700 കോടി രൂപ വരെ KMCL സാർ അത് വാങ്ങിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയട്ടെ സാർ, എങ്ങനെയാണ് ഈ മാറ്റം വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഒരു ഡയാലിസിസിന് സർക്കാർ സംവിധാനത്തിന് പുറത്ത് ചെയ്യുകയാണെങ്കിൽ സാർ 1,500 മുതൽ 2,000 രൂപ വരെയാകും. 9 വർഷം മുൻപ് സാർ 12 ഡയാലിസിസ് സെൻറ്റേഴ്സ് ജില്ലാ ആശുപത്രികളിൽ ഉണ്ടായിരുന്നുള്ളൂ സാർ. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ താലൂക്ക് ആശുപത്രി തലം മുതലാണ് ഡയാലിസിസുകൾ സ്ഥാപിച്ചു വരുന്നത്. 112 ആശുപത്രികളിൽ ഡയാലിസിസ് സംവിധാനം ഏർപ്പെടുത്തി കഴിഞ്ഞു. എങ്ങനെയാണ് ഇത് പ്രയോജനപ്പെടുക സാർ? പുറത്ത് 1,500 മുതൽ 2,000, 1,500 കണക്കാക്കിയാൽ 3 ഡയാലിസിസ് ഒരു മാസം ചെയ്താൽ സാർ 4,000, ഒരു ആഴ്ച ചെയ്താൽ 4,500 രൂപ. അപ്പോൾ ഒരു മാസം എത്ര രൂപ ഒരു വ്യക്തിക്ക് ചെലവാകും സാർ? അവിടെയാണ് സൗജന്യമായി സർക്കാർ ആശുപത്രികളിലൂടെ ഡയാലിസിസ് ഒരുക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. ഇതാണ് കേരളത്തിൽ ആളുകൾക്ക്, രോഗികൾക്ക് അനുഭവവേദ്യമാകുന്ന ചികിത്സയിലുള്ള മാറ്റം. സർ, സംസ്ഥാനത്തെ ശിശുമരണ നിരക്ക് അമേരിക്കയേക്കാൾ കുറവിലാണ്. സർ, അഭിമാനകരമായൊരു നേട്ടമാണ് ആരോഗ്യരംഗത്ത് നമ്മുടെ സംസ്ഥാനം കൈവരിച്ചത്. ആരോഗ്യമേഖലയിൽ എന്തെല്ലാം നൂതനമായ ചികിത്സാ സംവിധാനങ്ങളാണ് നമ്മുടെ ആശുപത്രികളിൽ നമ്മുടെ ആരോഗ്യവകുപ്പ് ഒരുക്കിയതെന്നാണ് എൻ്റെ ചോദ്യം. മിനിസ്റ്റർ. സാർ, വളരെ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ് കേരളം കൈവരിച്ചിരിക്കുന്നത്. ശിശു മരണ നിരക്കിൽ അമേരിക്കൻ ഐക്യനാടുകളുടെ 5.6 ആണ്, നമ്മുടേത് 5 ആയിരിക്കുകയാണ് സാർ. ചരിത്രത്തിൽ വളരെ വലിയൊരു അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടമായിട്ട് കാണുന്നു. അതിലെല്ലാവരോടും പ്രത്യേകമായിട്ട് ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ ഇടപെടലുകൾ ഈ സർക്കാരും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും നമ്മൾ നടത്തി വരുന്നുണ്ട് സാർ. സാർ, കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുകയല്ല സാർ, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് സാർ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് സാർ. ഗർഭസ്ഥാവസ്ഥയിലുള്ള ശിശു മുതൽ സാർ, ഒരമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് ഉരുവാകുന്നത് മുതൽ സാർ, ആദ്യത്തെ 1000 ദിവസം പ്രത്യേക പരിപാടി സംസ്ഥാന സർക്കാരിനുണ്ട് സാർ. അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞ് മുതൽ കുഞ്ഞ് 2 വയസ്സാകുന്നത് വരെ സാർ. അതിനുശേഷം 3 വയസ്സ് മുതൽ കുഞ്ഞ് അങ്കണവാടിയിലേക്ക് എത്തപ്പെടുന്നുണ്ട് സാർ. പോഷകാഹാരം നൽകി സാർ. അതുകൊണ്ട് തന്നെ ശിശുക്കൾ ഇപ്പം ഹൃദ്യമാകട്ടെ, അത് ജനിതക ഹൃദയ വൈകല്യമാണ് സാർ. അതുപോലെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.